നേമത്തെ തിരുവനന്തപുരം നേമത്തെ സ്ഥാനാർത്ഥിത്വം ഒരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ കോൺഗ്രസ് കൊണ്ടുപോവുകയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് നേമത്ത് കാണുന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വലിയ വോട്ട് പിടിച്ചു. രാജീവ് ചന്ദ്രശേഖരനെ ഇനി മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ട്, അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് അദ്ദേഹം. മൂന്ന്, വികസിത കേരളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നാല്, തിരുവനന്തപുരം കോർപ്പറേഷന് അധികാരം കിട്ടി. അദ്ദേഹത്തിൻ്റെ മന്ത്രി പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരം കിട്ടി. മാത്രമല്ല കോർപ്പറേഷൻ ഒരുവിധം നന്നായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നേമം, കല്ലിയൂർ, വെങ്ങാനൂർ, ആ ഭാഗമൊക്കെ വരുന്ന നേമം മണ്ഡലം എന്ന് പറയുന്നത് വളരെ കൃത്യമായി വട്ടിയൂർക്കാവ് ഒക്കെ വരുന്ന പൂജപ്പുരയുടെ കുറേ ഭാഗമൊക്കെ നേമത്ത് പോകും, കുറേ ഭാഗം വട്ടിയൂർക്കാവിൽ പോകും, കുറേ ഭാഗം നേമത്ത് പോകും. അപ്പോൾ ഇതെല്ലാം വരുന്ന പ്രദേശങ്ങളിൽ വലിയ തോതിലാണ് BJPക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് BJP തന്നെയാണ് നേമത്ത് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നത്. എന്നാൽ ശിവൻകുട്ടിയുണ്ട് അപ്പുറത്ത്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച കുമ്മനം രാജശേഖരനെയും മുരളീധരനെയും തോൽപ്പിച്ചിട്ട് ജയിച്ച ശിവൻകുട്ടിയുണ്ട്. നമ്മുടെ അണ്ണൻ ശിവഅണ്ണൻ അവിടെ ഉണ്ട്. അതും വളരെ പ്രധാനമാണ്. അദ്ദേഹം മന്ത്രിയായി നിൽക്കുന്ന ആളാണ്. ശിവഅണ്ണനും ഉണ്ട്. എന്നാൽ കോൺഗ്രസിനകത്താണ് ഒരു കൺഫ്യൂഷൻ. ഒരുപാട് പേരുകൾ പറഞ്ഞു കേട്ടു. തുടക്കത്തിൽ കേട്ട പേര് ഡോക്ടർ GB ഹരിയുടെ പേരാണ്. അദ്ദേഹം ജവഹർലാൽ ബെഞ്ചിൻ്റെ ദേശീയ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ് ദേശീയ ഭാരവാഹിയാണ്. സ്കൂൾ അധ്യാപകനാണ്. ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാണ്. ഡോക്ടർ GB ഹരി. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞു കേട്ടത്. പക്ഷേ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ GB ഹരി പിക്ചറിലില്ല. അത് കഴിഞ്ഞിട്ട് വൈഷ്ണ സുരേഷ്, തിരുവനന്തപുരം മുട്ടട വാർഡിൽ ജയിച്ചിട്ടുള്ള വൈഷ്ണ സുരേഷിൻ്റെ പേരാണ് പിന്നെ വന്നിട്ടുള്ള അടുത്ത പേര്. പിന്നെ അതും ഇപ്പം മാറി രാഹുൽ ഈശ്വറിൻ്റെ പേര് പിന്നെ കയറി വന്നു. രാഹുൽ ഈശ്വർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നേമത്ത് മത്സരിക്കണം എന്നൊരു പേര് കയറി വന്നു. പിന്നെ അതും പോയി. രാഹുൽ ഈശ്വറിൻ്റെയും പോയിട്ട് മണക്കാട് സുരേഷിൻ്റെ പേര് ഇങ്ങനെ കയറി വന്നു. പക്ഷേ മണക്കാട് സുരേഷ് ഒന്നും അങ്ങനെ നിന്ന് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു ബിംബമായി നിന്ന് ജയിപ്പിക്കാൻ ഉള്ള ഒരു ആംബിയൻസ് ഉള്ള ഒരു നേതാവല്ല എന്നുള്ള ചർച്ചകൾ വന്നു. അങ്ങനെ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ പേര് വന്നു. ഇങ്ങനെ പല പേരുകൾ വന്നു. അങ്ങനെ അവസാനം വന്ന് ലാസ്റ്റിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു പേരാണ് ശബരിനാഥിൻ്റെ പേര്. വട്ടിയൂർക്കാവിൽ ശബരിനാഥിൻ്റെ പേര് വന്നു. പക്ഷേ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ വന്നപ്പോൾ ശബരിനാഥിന് സാധ്യതയില്ല. അരുവിക്കരയിൽ ശബരിനാഥിൻ്റെ പേര് വന്നതാണ്. പക്ഷേ ആ ശബരിനാഥിന് അരുവിക്കരയിൽ നിൽക്കാൻ പറ്റാത്തത് VS ശിവകുമാറിന് എവിടെയെങ്കിലും സീറ്റ് കൊടുക്കണം. കഴിഞ്ഞ ആരോഗ്യമന്ത്രിയാണ് അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ജില്ലയിലെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു സീറ്റ് കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കാമെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അവിടെ ജയിച്ചതാണ്. ആന്റണി രാജിന് മുമ്പ് അവിടെ ജയിച്ചതാണ്. പക്ഷെ അവിടെ കൊടുക്കാമെന്ന് വെച്ചാൽ CMPക്ക് പരമാവധി ജയിക്കുന്ന ഷുവർ സീറ്റ് വേണം. അത് തിരുവനന്തപുരം സെൻട്രൽ ആയാൽ അവിടെ കുറച്ച് തീരദേശ പ്രദേശത്തെ ക്രിസ്ത്യാനികളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് CP ജോണിന് ഒരു വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ CP ജോണും CMPയുടെ CP ജോണിനും തിരുവനന്തപുരം മണ്ഡലത്തോടാണ് താല്പര്യം വന്നത്. അങ്ങനെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റത് നടന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശിവകുമാറിന് സീറ്റ് വേണം. അങ്ങനെ ശിവകുമാറിനെ അരുവിക്കരയ്ക്ക് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ശിവകുമാറിനെ അരുവിക്കരയ്ക്ക് പിടിക്കുമ്പോൾ MM ഹസൻ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. ഇനി MM ഹസന് കഴക്കൂട്ടത്ത് പിടിക്കുമോ? കാര്യം കഴക്കൂട്ടത്ത് നിന്ന് ഡോക്ടർ SS ലാല് നേരെ പോകുന്നത് വർക്കലയ്ക്കാണ്. അദ്ദേഹം വർക്കലക്കാരനാണെന്ന് തോന്നുന്നു. വർക്കലയ്ക്കാണ്. അഖിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവിനെയാണ് കഴക്കൂട്ടത്ത് പറയുന്ന മറ്റൊരു പേര്. ഇനി MA വാഹിദ് ജയിച്ചത് കൊണ്ട്, മുസ്ലിം കാൻഡിഡേറ്റുകൾ ജയിച്ചത് കൊണ്ട് ഹസൻ, MM ഹസൻ വലിയ പേരും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത അഭിമുഖങ്ങൾ അല്ലെങ്കിൽ അഭിമുഖം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത MM ഹസൻ ഇനി പോയി കഴക്കൂട്ടത്ത് നിൽക്കുമോ? അത് ചോദ്യമാണ്. അപ്പോൾ എന്തായാലും നേമം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് തിരുവനന്തപുരത്ത് ഈ കറക്കമെല്ലാം നടക്കുന്നത്. ഒരു 8-10 പേരുകൾ നേമം മണ്ഡലത്തിൽ കേൾക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെതിരെ എങ്ങനെ ഒരു വളരെ ശക്തമായിട്ടുള്ള മത്സരം ഉയർത്തിക്കൊണ്ട് വരാം എന്ന ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം ഉയർന്നു വരുന്നത്. പക്ഷേ ആരൊക്കെ മത്സരിച്ചാലും ശിവൻകുട്ടി ശക്തനായ സ്ഥാനാർത്ഥിയാണ്, നല്ല വോട്ട് പിടിക്കും. അതുപോലെ അതിശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹവും വലിയ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒരു എഡ്ജ് കിട്ടിയാലും അത്ഭുതമില്ല. കാരണം 17,000-ഓളം വോട്ടുകൾ അവിടെ കൂടുതൽ ഈ അസംബ്ലി കോർപ്പറേഷൻ പ്രദേശത്ത് 7,000-ലധികം വോട്ടുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് BJP ആണ്. അതുകൊണ്ട് പക്ഷേ അത് അസംബ്ലിയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. പിന്നെ കുമ്മനം രാജശേഖരൻ അവിടെ നേമത്ത് ജയിച്ചിട്ടുമുണ്ട്. കുമ്മനം രാജശേഖരനല്ല, O രാജഗോപാൽ. കുമ്മനം രാജശേഖരൻ തോറ്റുപോയി. O രാജഗോപാൽ അവിടെ ജയിച്ചിട്ടുമുണ്ട്. കുമ്മനം രാജശേഖരൻ തോറ്റതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായതായിട്ടും
വാർത്തകൾ വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസാനം എല്ലാവരും കൂടി വോട്ട് മറിച്ച് കൊടുത്തു ശിവൻകുട്ടിക്ക് എന്നുള്ള വാർത്തയുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് എങ്ങനെയായാലും മുരളീധരൻ അവിടെ പോയി നിന്ന് തോറ്റുപോയി. പക്ഷേ എന്തായാലും അവിടെ ഇപ്രാവശ്യം ഒ രാജഗോപാൽ പിടിച്ച മണ്ഡലം, കുമ്മനം തോറ്റ മണ്ഡലം ഇപ്രാവശ്യം തിരിച്ചു പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിനെ പിടിച്ചു കെട്ടാൻ കോൺഗ്രസിൽ ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട്. ഇനി ഏത് പേരാണ് ഫൈനലായി വരിക നമുക്കറിയില്ല. എന്തായാലും കുറേ അധികം പേരുടെ പേര് കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു മത്സരമാണ് നേമത്ത് വരുന്നത്. അതിൽ ആര് ജയിക്കും, ആര് വാഴും, ആര് വീഴും എന്നിപ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എങ്കിലും ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് BJPക്ക് തന്നെയാണ്. മാത്രമല്ല ഡൽഹിയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും BJP കണക്ക് കൂട്ടുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാമതായി അവർ പേരെഴുതുന്നതും നേമം തന്നെയാണ്. പിന്നെ അതിനുശേഷമേ മഞ്ചേശ്വരമായാലും കഴക്കൂട്ടമായാലും വട്ടിയൂർക്കാവായാലും കട്ടാക്കടയായാലും അല്ലെങ്കിൽ പാലക്കാടായാലും എല്ലാം അതിനുശേഷമേ വരികയുള്ളൂ. ഒന്നാമതായി എഴുതുന്നത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ നാഷണൽ ലെവലിലേക്ക് ശ്രദ്ധ പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടെയാണ്. അവിടെ മത്സരിക്കുമ്പോൾ ഇനി ശശി തരൂരൊക്കെ ഉണ്ട്. ശശി തരൂരൊക്കെ ശക്തമായിട്ട് കോൺഗ്രസിന് വേണ്ടി അവിടെ പ്രവർത്തിക്കാൻ ഉണ്ടാകും. ശശി തരൂർ പഴയ സൗന്ദര്യപ്പിണക്കമെല്ലാം കളഞ്ഞിട്ടുണ്ട് കോൺഗ്രസുമായിട്ടുള്ള. അദ്ദേഹം ശക്തനായി പുതിയുഗ യാത്രയിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവും കോൺഗ്രസിന് വേണ്ടി താരപ്രചരണ രംഗത്ത് താരപ്രഭയുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായൊരു മത്സരമായിരിക്കും നേമത്ത് നടക്കുക. ആ നേമത്ത് നടക്കുന്നതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ശിവൻകുട്ടിയും CPMന് വേണ്ടി, LDFന് വേണ്ടി, BJPക്ക് വേണ്ടി, NDAക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് GB ഹരിയാണോ, ഹരിയുടെ പേര് കളഞ്ഞിട്ടില്ല, GB ഹരിയാണോ, അതോ പിന്നെ വൈഷ്ണവ് സുരേഷാണോ, ശബരിനാഥാണോ, അതോ ഇനി മണക്കാട് സുരേഷാണോ, ഇനി പുതിയ പേരുകൾ അവിടത്തേക്ക് ആരെങ്കിലും വരുമോ, ഇനി VS ശിവകുമാറിനും അവിടെ വരാനുള്ള സാധ്യതയുണ്ടോ, എന്താണ് നേമത്തിൻ്റെ മനഃശാസ്ത്രമെന്ന് കോൺഗ്രസ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് നേമത്തെ ആരാണ് വിജയിക്കുക എന്ന് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നത്. എന്ത് തന്നെയായിരുന്നാലും നേമത്ത് ഇപ്പോൾ നിൽക്കുന്ന ഒരു എഡ്ജ് ഞാൻ പറഞ്ഞതുപോലെ BJPക്കാണ്. ഇനി നേമത്തില്ലെങ്കിൽ വേറെ എവിടെയാണ് പിന്നെ BJPക്ക് സീറ്റ് കിട്ടുക എന്നൊരു ചോദ്യവും BJPക്കാരുടെ ഇടയിലുണ്ട്. കുറേ 4-5 സീറ്റെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ അത്രയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് BJPക്കാർ പലരും സംസാരിക്കുന്നത്. എന്തായാലും അടുത്ത 2031 കുറേ കൂടി ഒരു പ്രതിപക്ഷ രംഗത്തിലേക്ക് വളർന്നു വരിക, 36 ഭരണം, ഇങ്ങനെ ഒരു 8-10 വർഷത്തെ പ്ലാനാണ് BJP ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ പ്ലാനിൽ BJP നേമം മണ്ഡലത്തെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നേമം BJP ജയിക്കാനാണ് വളരെയധികം സാധ്യതയുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതും ഈ കാലത്ത് വളരെ പ്രധാനമാണ്.